രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും നിർണായകമായ റായ്ബറേലി അടക്കം 49 മണ്ഡലങ്ങളിൽ ഇന്നലെ നടന്ന അഞ്ചാംഘട്ട വോട്ടെടുപ്പിൽ 57.47% പോളിംഗ് രേഖപ്പെടുത്തി. 370 വകുപ്പ് ഒഴിവാക്കിയ ശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിലെ ബാരാമുള്ളയിൽ റെക്കോർഡ് പോളിംഗാണ് നടന്നത്. പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 73% രേഖപ്പെടുത്തിയ പശ്ചിമ ബംഗാളിലാണ് കൂടുതൽ പോളിംഗ്. മഹാരാഷ്ട്ര കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തി. ബീഹാർ 52.6%, ബാരാമുള്ള ജമ്മു കാശ്മീർ 54.49%, ജാർഖണ്ഡ് 63%, ഉത്തർപ്രദേശ് 57.79%, ലഡാക്ക് 67.15%. 35 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും 5 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും വോട്ടെടുപ്പ് നടന്ന ഒഡീഷയിൽ 60.72% പോളിംഗ് രേഖപ്പെടുത്തി. അതിനിടെ പശ്ചിമ ബംഗാൾ, UP എന്നിവിടങ്ങളിൽ വോട്ടെടുപ്പിനിടെ വ്യാപക സംഘർഷം റിപ്പോർട്ട് ചെയ്തു. ബംഗാളിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് 1036 പരാതികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇന്നലെ മാത്രം ലഭിച്ചത്. പോളിംഗ് ബൂത്തുകളിൽ ഏജന്റുമാരെ തടയൽ, ഏജന്റുമാരെ ആക്രമിക്കൽ, വിവിധ മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യാൻ പോകുന്നതിൽ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയോ തടയുകയോ ചെയ്യൽ, EVM-കൾ തകരാറുകൾ തുടങ്ങിയ വിഷയങ്ങളിലാണ് പരാതി നൽകിയത്. ബംഗാവ്, ഹൂഗ്ലി, ആറാംബാഗ് മണ്ഡലങ്ങളിൽ വിവിധ പാർട്ടികൾ ഏറ്റുമുട്ടിയതായും റിപ്പോർട്ടുണ്ട്. UP-യിൽ BJP വ്യാപക കള്ളവോട്ട് ചെയ്തതായി പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചു. കള്ളവോട്ട് ആരോപണത്തെ തുടർന്ന് ഫത്തേപൂരിൽ പോളിംഗ് ബൂത്തിൽ സമാജ്വാദി പാർട്ടി BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. ഇതോടെ മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. കാശ്മീരിലെ ബാരാമുള്ള മണ്ഡലത്തിൽ 4 പതിറ്റാണ്ടിനിടയിൽ ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തി. പ്രമുഖ സ്ഥാനാർത്ഥികളായ ചിരാഗ് പസ്വാൻ, ഒമർ അബ്ദുള്ള, ലോക്കറ്റ് ചാറ്റർജി തുടങ്ങിയവർ വോട്ട് ചെയ്തു. റെക്കോർഡ് പോളിംഗിനായി എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു. ഉഷ്ണതരംഗം നിലനിൽക്കുന്നതിനാൽ പോളിംഗ് മന്ദഗതിയിലായിരുന്നു. ജമ്മു കാശ്മീരിൽ സർപഞ്ച് കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ വോട്ടെടുപ്പ് സുരക്ഷ ശക്തമായിരുന്നു. മഹാരാഷ്ട്രയിൽ 13 സീറ്റുകളിലും UP-യിൽ 14ഇടത്തും വാശിയേറിയ പ്രചാരണമാണ് അഞ്ചാം ഘട്ടത്തിൽ നടന്നത്. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ്, സ്മൃതി ഇറാനി, പീയൂഷ് ഗോയൽ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടക്കം പ്രമുഖർ ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. ബോളിവുഡ് താരം അക്ഷയ് കുമാറും മുംബൈയിൽ വോട്ട് ചെയ്തു. വികസിതവും ശക്തവുമായ ഇന്ത്യയ്ക്ക് വേണ്ടിയാണ് താൻ വോട്ട് ചെയ്തതെന്ന് അക്ഷയ് കുമാർ അഭിപ്രായപ്പെട്ടു. റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ അനിൽ അംബാനി രാവിലെ തന്നെ തന്റെ വോട്ട് രേഖപ്പെടുത്തി. മുംബൈയിലെ കൊളാബയിലാണ് അദ്ദേഹം തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. 94,732 പോളിംഗ് സ്റ്റേഷനുകളാണ് ഇന്നലത്തെ തെരഞ്ഞെടുപ്പിലുള്ളത്. 9.47 ലക്ഷം പോളിംഗ് ഉദ്യോഗസ്ഥർ. പോളിംഗ് സുഗമമാക്കാൻ 17 സ്പെഷ്യൽ ട്രെയിനുകളും 507 ഹെലികോപ്റ്ററുകളും ഏർപ്പെടുത്തിയിരുന്നു. 2019 മേധാവിത്വം പുലർത്തിയ BJPക്ക് ക്ഷീണം നേരിട്ട പ്രതിപക്ഷ പാർട്ടികൾക്കും ഈ പോരാട്ടം നിർണായകമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ഇതുവരെ ഏറ്റവും കുറവ് മണ്ഡലങ്ങൾ വോട്ടിട്ടത് ഈ ഘട്ടത്തിലാണ്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി, അമേഠിയിൽ KL ശർമ്മ, മുംബൈ നോർത്ത് മണ്ഡലത്തിൽ പീയൂഷ് ഗോയൽ, ബീഹാറിലെ സരനിൽ രാജീവ് പ്രതാപ് റൂഡി, ഹാജിപൂർ മണ്ഡലത്തിൽ നിന്ന് ചിരാഗ് പാസ്വാൻ തുടങ്ങിയവർ ജനാഭിപ്രായം തേടുന്നു. 2019 49 സീറ്റിൽ 39 സീറ്റും NDA ആണ് നേടിയത്. 32 സീറ്റ് BJPയുടെ സംഭാവനയായിരുന്നു. കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ നിലനിർത്താൻ BJPയും NDAയും കടുത്ത സമ്മർദ്ദത്തിലാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.